നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ തർക്കങ്ങളുമെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രതി CPM. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഞെട്ടൽ തോന്നും. പ്രതി CPM ഏത് കാര്യത്തിലാണ് പ്രതി? അങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്ന എന്ത് കാര്യത്തിൽ. ഇപ്പോൾ മഴ പെയ്തു, കേരളത്തിൽ മഴ ഇത്തിരി കൂടിപ്പോയി, ഉടനെ പ്രതിപക്ഷത്തു നിന്ന് ഒരു ആരോപണം ഉന്നയിക്കും. അതിനെല്ലാം ഈ മഴ ഇത്രയും കനക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷമാണ്, CPM ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ അപ്പം വേറൊരാൾ വന്നിട്ട് പറയും, അതായത് VD സതീശൻ വന്നിട്ട് പറയും CPM മാത്രമല്ല, ഇവിടെ CPM-ൻ്റെയും BJP-യുടെയും അന്തർധാര കാരണമാണ് ഇവിടെ മഴ ഇങ്ങനെ പെയ്യുന്നത് എന്ന് പറയും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം. അതായത് CPM-ന് എല്ലാ കാര്യത്തിലും VM വിനു അവിടെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് സീറ്റ് വോട്ടില്ല. അത് എന്താ കാരണം? ആ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്ത CPM-കാരാണോ? അല്ല. അപ്പോഴും അതിന് ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അതിന് കാരണക്കാരൻ CPM-കാരാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ല, കാരണം CPM ആണ്. ഇതെങ്ങനെ CPM കാരണമാവും? എന്ത് പറഞ്ഞിരുന്നാലും CPM ആണ് പ്രധാന ഉത്തരവാദികൾ. അത് കണ്ടില്ല, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്ന എന്തോ ഒരു സാധനം മിസ്സിംഗ് ആയി, CPM ആണ് കാരണം. ഇതിപ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഉറക്കത്തിൽ പോലും പറയുന്ന കാര്യം ഇതാണ്. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം എന്താ? അത് CPM ആണ്. ഇനി അതിന് ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസ്സുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായി ഉറക്കം നഷ്ടപ്പെട്ടു. നാളെ വീണ്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഓർത്തോർത്തോർത്ത് ഇന്ന് പലർക്കും കിടന്നിട്ട് ഉറക്കം വരാത്തൊരവസ്ഥയാണ്. സംഭവം സത്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. നേതാക്കന്മാരുടെ അയ്യരുകളി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നിരവധി നേതാക്കന്മാരുണ്ട്. ഈ നിരവധി നേതാക്കന്മാർ ഉണ്ടായിരുന്നിട്ട് കൂടി ശക്തനായ ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കോൺഗ്രസ്സുകാർ പരസ്പരം നോക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നേതാവ് സത്യത്തിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. ഉണ്ടായിരുന്നു. നമുക്ക് സുധാകരൻ, പിണറായി വിജയന് ഒപ്പത്തിനൊപ്പം നിർത്താം എന്ന് നമുക്ക് തോന്നിയ ഒരു നേതാവ് സുധാകരനാണ്. അല്ലാതെ പിണറായി വിജയനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ പവർഫുള്ളായ ഒരു നേതാവ്, ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ഒരു നേതാവ് എനിക്ക് കോൺഗ്രസ്സിൽ ആരെയും തോന്നിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമ്മൾ VD സതീശൻ പറ്റൂ, എനിക്ക് തോന്നുന്നില്ല. നാളെ അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രിയായി അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ കേരളം ഭരിക്കുന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയില്ല. കാരണം വേറൊന്നുമില്ല, അതിനുള്ള ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടിരിക്കുന്നു. കേരളം ഈ 10 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ വെറുതെ ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നതിന് ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തല്ലോ, ഇപ്പോൾ റോഡുകളുടെ എല്ലാം വികസനം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആ റോഡുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജലസേന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകളുടെ കാര്യത്തിൽ വലിയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വേണ്ട സകല മേഖലകളിലും CPM അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സ്കൂളുകളൊക്കെ പണ്ട് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ സ്കൂളുകളുടെ അവസ്ഥയൊക്കെ മാറിയിട്ട് ഇന്ന് ഹൈടെക് വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്ന തരത്തിലേക്ക് മാറ്റി. ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പുതിയ രീതി. കോവിഡ് വന്നു, കുട്ടികളെല്ലാം വീട്ടിലിരിക്കുന്നു. അപ്പോൾ എങ്ങനെ കുട്ടികൾ പഠിക്കും? അപ്പോൾ അങ്ങനെ ഒരു ആലോചന വന്നപ്പോഴാണ് ഓൺലൈൻ വിദ്യാഭ്യാസം നല്ലൊരു ഓപ്ഷൻ അല്ലേ എന്ന് തോന്നിയത്. അങ്ങനെ അതങ്ങ് അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാകും. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലോ മുതിർന്നവരുടെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ 2000-ലേക്ക് എത്തി, 2500-ലേക്ക് എത്തിക്കും. അപ്പോൾ ഇങ്ങനെ ഇച്ഛാശക്തിയോട് കൂടി ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശേഷിയുള്ള നമുക്ക് തോന്നിയ ഒരേ ഒരു നേതാവ്, അല്ലെങ്കിൽ നമുക്കൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, ഒരു ദുരന്തം ഉണ്ടാകുന്നു, വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇവിടെ നടക്കണം. അതിന് കമാൻഡിങ് പവറുള്ള ഒരു നേതാവ് വേണം. ഇപ്പം VD സതീശന് നമുക്ക് അങ്ങനെ അത്രയ്ക്ക് കമാൻഡിങ് പവറുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് VD സതീശനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു മലയാളിയുടെ ഒരു പരിമിതി ആയിരിക്കാം ഒരു പക്ഷേ, മലയാളിക്ക് അങ്ങനെ VD സതീശനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നീട് രമേശ് ചെന്നിത്തല, എങ്ങനെ രമേശ് ചെന്നിത്തലയൊക്കെ പറ്റൂ? KC വേണുഗോപാൽ, പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നേതാക്കന്മാർക്കെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ്റെ, ആദ്യം നമുക്ക് VD സതീശനെ നോക്കാം. അതായത് UDF-ൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവ് VD സതീശനാണ്. VD സതീശൻ എന്താ ചെയ്തത്? VD സതീശൻ താൻ വളരാൻ വേണ്ടി മാത്രം വഴിവെട്ടിയ ഒരാളാണ്, തനിക്ക് വളരാൻ വേണ്ടി. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷാഫി പറമ്പിലിനോട് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു, അതായത് രണ്ടാം ടൈമിലേക്ക് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ ഷാഫിയോട് പറഞ്ഞു, ഷാഫി നീ അത് ചെയ്യരുത്, അതായത് VD സതീശന് പിന്തുണ നീ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയോടുകൂടിയും ആ ചെറുപ്പക്കാരുടെ എല്ലാം പിന്തുണയോടും കൂടി ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വന്നു. ഇതില്ലായിരുന്നെങ്കിൽ VD സതീശൻ ഒരിക്കലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരത്തില്ല.
അപ്പോൾ ആ VD സതീശൻ അവിടെ നിന്നുകൊണ്ട് ഞാനാണ് ഇതിൻ്റെ എല്ലാം പിന്നെ അറിവുള്ള ആൾ, ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലധികാരി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പലരെയും ഒതുക്കാൻ ശ്രമിച്ചു. അതായത് സ്വന്തം പാർട്ടിക്ക് ആദ്യത്തെ കുഴി വെട്ടുന്നത് ശരിക്കും VD സതീശനാണ്, കോൺഗ്രസ് പാർട്ടിക്ക്. അങ്ങനെ കെ സുധാകരനെ പണിയെടുത്തു, കെ സുധാകരനെ ഒഴിവാക്കി വിട്ടു. കെ സുധാകരൻ അതുവരെ കരുതിയിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്താണ് കെ സുധാകരൻ ഇങ്ങനെ പണി കൊടുക്കുന്നത്. അങ്ങനെ വന്ന് പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുക്കപ്പെട്ടവനായി VD സതീശൻ മാറിയതോടുകൂടി സതീശൻ ഒറ്റപ്പെട്ടു പോയി. ഇനി സതീശൻ പടയില്ലാത്ത പടത്തലവൻ എന്നുള്ള നിലയിലേക്ക് നിൽക്കും. പിന്നീടുള്ള രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ കാര്യം 5 വർഷത്തിന് മുമ്പേ തീർന്നു. കാര്യം അതായത് VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നതോടുകൂടി ആ പണി, രമേശ് ചെന്നിത്തലയുടെ പണി അവിടെ അങ്ങ് തീർന്നു. പിന്നെ രമേശ് ചെന്നിത്തല കയറി വരാൻ പറ്റില്ല. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടും വരാനും സാധിക്കില്ല. ഇനി വരണമെന്നുണ്ടെങ്കിൽ പിന്തുണകളില്ല അദ്ദേഹത്തിന്. അത് കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളവരെ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ പോലും എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കുള്ള സ്വാധീനവും പോയി. അപ്പോൾ രമേശ് ചെന്നിത്തലയെ കൊണ്ടൊന്ന് പിണറായി വിജയനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കൽ പോലും പറ്റില്ല. പിണറായി വിജയന് പകരമായിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും ഇരിക്കാൻ അനുവദിക്കില്ല. ഇരിക്കാൻ അനുവദിക്കാത്ത ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെങ്കിലും വന്നാൽ, ഇപ്പം മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ എം സ്വരാജോ അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നിരുന്നാലും ശരി, അവരാരും ഇരിക്കാൻ സമ്മതിക്കാത്തത് സ്വന്തം പാർട്ടിയിലുള്ള VD സതീശനാണെങ്കിലോ KC വേണുഗോപാലാണെങ്കിലോ ഷാഫി പറമ്പിലാണെങ്കിലോ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലോ എന്തിനേറെ KPCC അധ്യക്ഷൻ പോലും ഈ പാവപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതോടുകൂടി അക്കാര്യത്തിലും തീരുമാനമായി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയ ഒരു തണ്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം നടിക്കുന്നത് ഞാനൊരു വലിയ രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്ന് KC വേണുഗോപാലിനൊരു തോന്നലുണ്ട്. ഞാനിവിടെ എന്തൊക്കെയോ മലമറിക്കാൻ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ദേശീയ തലത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും എൻ്റെ അനുവാദം വേണ്ടി വരും. ഞാൻ പഴയ ഒരു നമ്മുടെ K കരുണാകരൻ്റെ ഒരു പാതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സ്വയം ഒരു തോന്നൽ. ഞാൻ എന്താ കിങ് മേക്കറാണ്. ഒരു കുന്തോ അല്ല KC വേണുഗോപാൽ. സത്യം പറഞ്ഞു, ഒരു കുന്തോ അല്ല. K കരുണാകരനെ അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് പോലും ഉപദേശം കൊടുത്തുകൊണ്ടിരുന്ന തലയുള്ള ഒരു മനുഷ്യനാണ് K കരുണാകരൻ. K കരുണാകരൻ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. K കരുണാകരനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് മാറിപ്പോയി എന്ന് മാത്രമാണ് K കരുണാകരൻ ചെയ്തിട്ട്. പുള്ളിക്കാരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രധാനികളാണ് പിന്നീട് മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ AK ആന്റണി ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന G കാർത്തികേയനാണെങ്കിലും നമ്മുടെ ഉമ്മൻചാണ്ടി ആണെങ്കിലും എല്ലാവരും അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു K കരുണാകരൻ അന്ന് പുലർത്തിയത്. പക്ഷേ പലരെയും പല സ്ഥാനങ്ങളിലേക്കും എത്തിക്കാൻ K കരുണാകരന് കഴിഞ്ഞു. അതൊരു കഴിവ് തന്നെയാണ്. പക്ഷേ ആ കഴിവ് തനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു കിങ് മേക്കറാണ് എന്ന് സ്വയമേവ ഒരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാലേ രാഹുൽ ഗാന്ധിക്ക് ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം കുറേ കാലം രാഹുൽ ഗാന്ധിയുടെ കൂടെ നടന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്ന് കളം പിടിക്കാനുള്ള ഒരു നീക്കം രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ നടത്തുകയാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയെ വെട്ടിമുറിച്ച് പല ഗ്രൂപ്പുകളാക്കി മാറ്റി പലരെയും പല വഴിക്കാക്കി തൻ്റെ കൂടെ നിൽക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ നാമാവിശേഷമാക്കി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. വെറുതെ ഒരു വേഗമായിട്ടുള്ളൊരു ചിന്താഗതിക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പം പിണറായി വിജയന് എതിരായി ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾ ഇല്ല എന്ന് പറയേണ്ടി വരും. നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. പിണറായി വിജയൻ പോയാൽ എന്താ, നമുക്ക് KC ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ KC അമ്പേ പരാജയപ്പെട്ട ഒരാളാണ്. അതായത് ഈ പറയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പരാജയമടഞ്ഞ ഒരു നേതാവാണ് KC വേണുഗോപാൽ. പിന്നെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വോട്ട് നേടി MP ആയി പോയിട്ട് പിന്നെ ആലപ്പുഴക്കാരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള നടപടിക്ക് പോകുന്ന ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം കുറേ കാലം ഡൽഹിയിലായിരുന്നു പ്രിയം. ഇനി അവിടെ അധികാരം കിട്ടത്തില്ല എന്ന് കരുതിയിട്ട് പുള്ളി നേരെ തിരിച്ചു വന്നു. അതേസമയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ പിണറായി വിജയൻ ഒരിക്കൽ പോലും അതിന് ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴും അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രമാണ് നിന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം AK ആന്റണി, ഇവിടെ എന്താ സംഭവിച്ചത്? AK ആന്റണി ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിൻ്റെ പുറത്ത് ഉടനെ രാജിവെച്ചു. അപ്പം ജനങ്ങളോട് എന്താണ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുക? അതേസമയം 2 തവണയും പിണറായി വിജയൻ അധികാരത്തിലേറി 2 തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോൾ, മൃഗീയമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ പോലും പിണറായി വിജയൻ അതിലല്ല ശ്രദ്ധിച്ചത്. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്.
ഇവിടെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒന്നും നിലനിൽക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ ഒരു വാക്കിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ആ ചില പ്രവൃത്തികൾക്ക് മുമ്പിൽ ഇതൊന്നും നിസ്സാരമായി അതൊക്കെ തള്ളിക്കളയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയൊരു ദുരന്തമുണ്ടായാൽ ആരതിനെ മാനേജ് ചെയ്യും? കെ.സി. വേണുഗോപാലിനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ഇവിടെ പിണറായി വിജയൻ നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ DYFIക്കാരൊക്കെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്കും. അതായത് നമുക്ക് അറിയാമല്ലോ, വീട് വെക്കുന്ന കാര്യത്തിൽ 100 വീടിൻ്റെ പണം എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒരു നേതൃസ്ഥാനത്ത് ശക്തനായ ഒരു നേതാവ് ഉണ്ട് എന്നൊരു തോന്നൽ ആ പ്രവർത്തകർക്ക് കൊടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ഞങ്ങളുടെ മുന്നിൽ ശക്തനായ ഒരു നേതാവുണ്ട് എന്ന് തോന്നിക്കാൻ അണികൾക്കോ പ്രവർത്തകർക്കോ കൊടുക്കാൻ, അങ്ങനെ ഉയർത്തിക്കാട്ടാൻ ഏതെങ്കിലും ഒരു നേതാവിനെ കാണിക്കാൻ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇല്ല. ഇതാണ് പിണറായിക്ക് തുല്യമായി നിൽക്കുന്ന ഒരു നേതാവ് പോലും ഇന്ന് UDF ഇല്ല എന്നുള്ളതാണ് UDF ഏറ്റവും വലിയ പരാജയം. പിന്നീട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, സ്വയം തേഞ്ഞൊട്ടുക, ഇതും UDF സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ലക്കായിട്ടുള്ള ഏറ്റവും ഒട്ടും മഹനീയമല്ലാത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ശരിക്കും അടുത്ത UDF ഭരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ശക്തനായ ഒരു നേതൃത്വത്തിൻ്റെ അഭാവം, അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു പദ്ധതി ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ടുള്ള പോക്ക്, സംഘടനാപരമായ അതിഭീകരമായ ദൗർബല്യം, തമ്മിൽ തല്ല്, തൊഴുത്തിൽ കുത്ത്, അതോടൊപ്പം കൂടെയുള്ള ഒരാളെ വളർന്നു വരാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ, ഇതൊക്കെ UDF സംബന്ധിച്ചിടത്തോളം വീക്ക് പോയിന്റുകളാണ്. ഇനി അതല്ല, ഇനി ഞങ്ങൾ UDFകാരിൽ കോൺഗ്രസ്സുകാരെ ഏറ്റെടുക്കുന്നില്ല, ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി തികയുമോ പിണറായി വിജയന്? ഇല്ല. അങ്ങനെ തികയുന്ന നേതാക്കന്മാർ ഇന്ന് ഇല്ല എന്ന് പറയുന്നതാണ് ശരി. പിന്നെ തന്നെയല്ല, മന്ത്രിമാരാക്കാൻ പറ്റിയ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? അത് നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, പിണറായി വിജയൻ 3ാം വട്ടവും കേരളം ഭരിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സംഘടനാപരമായ ദൗർബല്യങ്ങൾ മാറ്റിവെക്കാത്തിടത്തോളം കാലം, അങ്ങനെ മികച്ച ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ ഇല്ലാത്തിടത്തോളം കാലം ഈ UDF എന്നും ഈ ഒരു അവസ്ഥയെ തന്നെ തുടരും എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു മുന്നണിയുടെ രംഗപ്രവേശനത്തിന് കൂടി അത് വഴിയൊരുക്കും എന്നുള്ള കാര്യം 100% തീർച്ചയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.